പോളിംഗ് പുരോഗമിക്കുകയാണ്. വടക്കൻ ജില്ലകളിലെ വടക്കൻ ജില്ലകളിൽ 7 ജില്ലകളിലാണ് വടക്കൻ കേരളത്തിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത്. രണ്ടാം ഘട്ടത്തിൽ ഇപ്പോൾ കോഴിക്കോട് നിന്നും ഞങ്ങളുടെ പ്രതിനിധി PV കുട്ടൻ ചേരുകയാണ്. കുട്ടൻ, ഏതൊക്കെ അർത്ഥത്തിലാണ് വടക്ക് ഉള്ള തെരഞ്ഞെടുപ്പിനെ ഈ ഘട്ടത്തിൽ പോളിംഗ് ശതമാനത്തിൻ്റെ അടക്കം പരിശോധനയിൽ കാണാനാകുന്നത്? ഇപ്പോൾ കുട്ടൻ എവിടെയാണ്? മറ്റ് വിവരങ്ങളിലേക്ക് കൂടി ഒന്ന് പോയാൽ. അജിംഷാദ്, ഞാനിപ്പോൾ കണ്ണൂർ ജില്ലയിലെ കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്തിലെ ഒരു ബൂത്തിലാണുള്ളത്. ഇവിടെ രാവിലെയൊക്കെ നല്ല പോളിംഗ് ആയിരുന്നു, ഉച്ചവരെയും നല്ല പോളിംഗ് ഉണ്ടായിരുന്നു. അതായത് പരമാവധി വോട്ടർമാരെ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ആ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് മുന്നണികളും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ പ്രവർത്തിച്ചത്. നമുക്കറിയാവുന്നതുപോലെ ഈ ഉത്തര കേരളത്തിൻ്റെ കണ്ണൂർ ജില്ലയുടെ ഈ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ LDFന് വലിയ വേരോട്ടമുള്ള ശക്തമായ സ്വാധീനമുള്ള കേന്ദ്രങ്ങളാണ്. പലയിടങ്ങളിലും നമുക്കറിയാം 15 വാർഡുകളിൽ നേരത്തെ തന്നെ LDF പ്രത്യേകിച്ച് CPIM എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. തിരഞ്ഞെടുപ്പ് മുമ്പ് തന്നെ അവിടെ വിജയികളായി. അതോടൊപ്പം തന്നെ മറ്റ് പല പഞ്ചായത്തുകളിലും മുഴുവൻ സീറ്റുകളും LDF വിജയിക്കുന്ന ഒരു സാഹചര്യമാണ്. അതേ മുന്നേറ്റം ഇപ്പോഴും ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള വലിയ പ്രതീക്ഷയിലും ആത്മവിശ്വാസത്തിലുമാണ് രാവിലെയൊക്കെ നമ്മളോട് സംസാരിച്ച പ്രധാനപ്പെട്ട CPIMൻ്റെയും LDFൻ്റെയും നേതാക്കളൊക്കെ പറഞ്ഞു. ഇപ്പോൾ എന്നോടൊപ്പം CPIM സംസ്ഥാന കമ്മിറ്റി അംഗവും ഇവിടുത്തെ മുൻ MLAയുമായ TV രാജേഷ്, അതോടൊപ്പം തന്നെ ഇവിടുത്തെ മാടായിയുടെ CPIM ഏരിയ സെക്രട്ടറി V വിനോദ് ഉൾപ്പെടെയുള്ള നേതാക്കൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. TVR പോളിംഗ് ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് ഇനിയിപ്പോൾ 2 മണിക്കൂർ മാത്രമാണ് ഉള്ളത്. എങ്ങനെയാണ് കഴിഞ്ഞ വർഷത്തൊക്കെ അപേക്ഷിച്ച് ഗ്രാമീണ മേഖലയിലൊക്കെയുള്ള ഒരു കാഴ്ചകൾ എങ്ങനെയാണ് പൊതുവിൽ? ഈ തെരഞ്ഞെടുപ്പിലുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിൻ്റ്, സാധാരണ തെരഞ്ഞെടുപ്പിൽ പ്രാദേശിക വികസന പ്രശ്നങ്ങളാണ് പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികൾക്കും മുന്നണികൾക്കും വലിയൊരു തലവേദന സൃഷ്ടിക്കാറുള്ളത്. ഇത്തവണ അത്തരം തലവേദനകൾ ഉണ്ടായിട്ടില്ല എന്നുള്ളത്. കാരണം എല്ലാ മേഖലകളിലും, അത് കുടിവെള്ള പ്രശ്നം പരിഹരിക്കാനായാലും ഗ്രാമീണ റോഡുകൾ മുഖ്യമന്ത്രിയുടെ പ്രത്യേക ഫണ്ട് ഉപയോഗിച്ച് ടാർ ചെയ്യുന്ന കാര്യത്തിലും, അതോടൊപ്പം തന്നെ പ്രാദേശിക വികസന പ്രശ്നങ്ങളെല്ലാം വലിയൊരളവിൽ അഡ്രസ്സ് ചെയ്യാൻ നമ്മുടെ ഗവൺമെൻറ് കഴിഞ്ഞിട്ടുണ്ട്. അതോടെ തന്നെ പ്രാദേശിക അസംതൃപ്തികളില്ലാത്ത ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. മാത്രമല്ല LDFന് നേരത്തെ ബാലികാറമലയായിരുന്ന പല വാർഡുകളിലും ഇത്തവണ മത്സരം ഇഞ്ചോട് ഇഞ്ചാണ്. ഇവിടെ ചിലയിടങ്ങളിൽ കാണാവുന്ന ഒരു കാഴ്ച, BJP സാധാരണ നിലയിൽ സ്ഥാനാർത്ഥികളെ നിർത്തുന്ന BJP ഇത്തവണ പല വാർഡുകളും സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇത്തവണ എല്ലായിടത്തും സ്ഥാനാർത്ഥികൾ നിർത്തും എന്നൊക്കെ വീമ്പ് പറയുകയായിരുന്നു അവരുടെ സംസ്ഥാന നേതൃത്വം. എന്നാൽ കണ്ണൂർ ജില്ലയിലെ പല മേഖലകളിലും, ഞങ്ങളുടെ ഈ കണ്ണൂർ ജില്ലയുടെ വടക്കൻ മേഖലകളിൽ പലയിടത്തും UDFും BJP ഒളിഞ്ഞും തെളിഞ്ഞും സഖ്യത്തിലാണ്. ഇപ്പം ഞാൻ നിൽക്കുന്നത് കുഞ്ഞിമംഗലം പഞ്ചായത്തിലെ 8-9 വാർഡുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ ബൂത്തിന് മുന്നിലാണ്. ഇവിടുത്തെ ഒരു സ്ഥിതി എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ തവണ BJP 8 സീറ്റിൽ മത്സരിച്ചു. അവർക്ക് ഒരു 100 വോട്ട് എങ്കിലും സമാഹരിക്കാൻ കഴിയുന്ന 1-2 വാർഡുകൾ ഇവിടെയുണ്ട്. ഈ 2 സ്ഥലത്തും പരസ്യമായി UDFന് BJP പിന്തുണ നൽകി കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ UDFും BJPയും തമ്മിലുള്ള ഒരു അവിശുദ്ധ സഖ്യം ഈ പഞ്ചായത്തിലുണ്ട്. ഇവർ പ്രധാനമായിട്ടും CPIMനെ തോൽപ്പിക്കാൻ ഉള്ള എവിടെയൊക്കെ തോൽപ്പിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു പരീക്ഷണത്തിൽ അവർ ഏർപ്പെട്ടിരിക്കുക. പക്ഷേ ജനങ്ങളിൽ അതൊന്നും തന്നെ ഏശിയിട്ടില്ല. അവിടെയെല്ലാം നമ്മൾ വലിയ വിജയം നേടും. അവിശുദ്ധ കൂട്ടുകെട്ടിനെ ജനങ്ങൾ തള്ളിക്കളയുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇത് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ഒരു തുടർ ഭരണത്തിന് തീർച്ചയായിട്ടും വഴിയൊരുക്കുന്ന വിധത്തിലുള്ള വളരെ ആവേശകരമായൊരു വിധിയെഴുത്ത് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങളെല്ലാവരും. വികസനം തന്നെയായിരുന്നു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. തീർച്ചയായിട്ടും ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ മണ്ഡലത്തിൽ PW റോഡുകളെല്ലാം BMBC റോഡുകളാണ്. മെക്കാഡൻ ടാറിംഗ് ആണ്. 2016 മുമ്പ് മെക്കാഡൻ ടാറിംഗ് എന്ന് പറഞ്ഞാൽ ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് അന്യമായിരുന്നു. മെട്രോ നഗരങ്ങളിൽ പോകണമായിരുന്നു. ഇപ്പം മെട്രോ നഗരങ്ങൾക്ക് സമാനമായ റോഡുകളാണ് നമ്മുടെ നാട്ടിലെ എല്ലാ PW റോഡുകളും. 100% റോഡുകളും PWD മെക്കാഡൻ ചെയ്തിട്ടുണ്ട്. PW പ്രത്യേക അഭിനന്ദനം അറിയിക്കുന്നു. എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ വിദ്യാലയങ്ങളെല്ലാം മാറിയിരിക്കുന്നു. ഒട്ടുമിക്ക PHSകൾ FHSകളായി NQS നേടി വൈകുന്നേരം വരെ ഡോക്ടറുടെ സേവനം ഉറപ്പുവരുത്തി. ഈ നിലകളിൽ ഓരോ മേഖലയിലും എത്ര പറഞ്ഞാലും മതിയാകാത്ത അത്രയും വികസന പ്രവർത്തനങ്ങൾ ഓരോ മേഖലയിലും ചൂണ്ടിക്കാണിക്കാനുണ്ട് എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആത്മവിശ്വാസം കൂടുതൽ വർദ്ധിപ്പിക്കുന്നത്. അജിംഷാദ്, ഇപ്പോൾ നമ്മോടൊപ്പം മാടായി ഏരിയ സെക്രട്ടറി V വിനോദ് കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഈ മാടായി എന്നൊക്കെ പറയുന്നത് CPIMൻ്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമാണ്. ഉത്തര കേരളം കണ്ണൂർ ജില്ലയുടെ ഈ മേഖലയിൽ ഏറ്റവും ശക്തി കേന്ദ്രമാണ്. എങ്ങനെയാണ് വിനോദ ഇത്തവണത്തെ LDFൻ്റെ പ്രതീക്ഷകൾ? ഇവിടെ നല്ല പ്രതീക്ഷയാണ്. എല്ലാ മാടായിയിലായിരുന്നു ഞങ്ങൾ പിറകിലുണ്ടായിരുന്നത്. മാടായി പഞ്ചായത്തിൽ ഉൾപ്പെടെ വലിയ നിലയിൽ മുന്നേറാൻ വേണ്ടി പോവുകയാണ് ഇടതുപക്ഷം. വലിയ നിലയിൽ UDFന് എതിരായിട്ടുള്ളൊരു വികാരം ഈ മേഖലയിൽ നിലനിൽക്കുന്നുണ്ട്. അതിനതിജീവിക്കാൻ നേരത്തെ TVR പറഞ്ഞതുപോലെ കുഞ്ഞിമംഗലം പഞ്ചായത്തിലും ചെറുതാഴം പഞ്ചായത്തിലും BJPയുമായിട്ട് ആണ് സഖ്യമെങ്കിൽ, മാടായി ഗ്രാമപഞ്ചായത്തിൽ അത് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടാണ്. മുസ്ലിം ലീഗിന് ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായിട്ടുള്ള മാടായിയിൽ ജമാഅത്തെ ഇസ്ലാമിയുമായി സഖ്യം ചേരേണ്ട ഗതികേടിലാണ് UDF എത്തിച്ചേർന്നിട്ടുള്ളത്.
അപ്പോൾ വിനിഷ, ഇതാണ് ഗ്രാമീണ മേഖലയിൽ ഉൾപ്പെടെയുള്ള വിശേഷങ്ങളാണ് ടി വി രാജേഷും വി വിനോദും ഒക്കെ നമ്മോട് പങ്കുവച്ചിരിക്കുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പ് പോളിംഗ് അവസാനിക്കാൻ 2 മണിക്കൂറുകൾ മാത്രമാണുള്ളത്. ബാക്കി ബൂത്തുകളിലൂടെ വിശേഷങ്ങൾ നമുക്ക് അല്പസമയത്തിനകം തന്നെ തരാൻ വേണ്ടി സാധിക്കും.